ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രോസൺ എൽസ തീം കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അതിനായി ഫ്രോസൺ എൽസയെ ഇതേപോലെ പ്രിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ സൈഡിലേക്കായി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ എൽസൻ്റെ ഫോട്ടോ പ്രിൻറ്റിങ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടൂലേ, ആ ഒരു രീതിക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. കട്ടിയുള്ള ടൈപ്പ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. ആ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. ഇതേ രീതിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചിലാണ് താഴത്തെ ടയർ കേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ലെയർ ചെയ്തിട്ടുള്ളത് 5 ഇഞ്ച് പോട്ടിലാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെയർ ബ്ലൂ ജെൽ കളർ യൂസ് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ ആണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ ചെയ്യാൻ സെയിം വിപ്പിംഗ് ക്രീമിൽ ഒരു ഡ്രോപ്പ് കൂടെ ബ്ലൂ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ഫോണ്ടൻറ്റ് ഇതേപോലെ ബ്ലൂ കളറിൽ പരത്തിയെടുത്ത ശേഷം കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രോക്ക് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോണ്ടൻറ്റ് ഇതേ രീതിയിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നുറിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ബ്ലൂ കളർ ഫോണ്ടൻറ്റ് ഷീറ്റാക്കിയത് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ താഴ്ഭാഗം കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റിൻ്റെ മുകളിലായി ഒരു നെറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ കളർ നെറ്റ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളർ ഫോണ്ടൻറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം നെറ്റ് ചെറുതായിട്ടൊന്ന് നുറിവ് വരുത്തിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഈ നെറ്റ് നമ്മൾ ഈ കേക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ അതവിടെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ താഴെ വീണ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ എല്ലാ വശവും നന്നായിട്ട് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് ചെയ്തിട്ടുള്ള ബ്ലൂ കളർ ഫോണ്ടൻറ്റ് കുറച്ച് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കത്രിക വെച്ചിട്ട് ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി ഒരു ഫ്രോക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 സ്നോ കട്ടർ ഉപയോഗിച്ചിട്ടാണ് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ചെറുതും വലുതൊക്കെ ആയിട്ട് 2 ടൈപ്പിലെ സ്നോ ഫ്ലേക്സ് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുക്കാം.
ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻ ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ട് നെയിം എഴുതിയിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ ടോപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ ബോൾസ് 2 ടയറിലായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. കേക്കിന് ചുറ്റും ഒരു ബോർഡർ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോസിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഫ്രോസൺ എൽസ തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. താങ്ക്